സ്നേഹസഞ്ചാരം ടീം കളമശ്ശേരി അജ്മീറിലേക്ക് യാത്ര തിരിച്ചു. കളമശ്ശേരി സോൺ യൂണിറ്റ് സർക്കിൾ കേന്ദ്രങ്ങളിൽ പുത്തനുണർവ് നൽകുന്നതിനും രാജ്യത്തിന്റെ കെട്ടുറപ്പിനും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുവാനും സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വിദ്യാഭ്യാസ സാമൂഹ്യ ആത്മീയ മേഖലകൾക്ക് തൊട്ടുണർത്താൻ അവർക്ക് ആവേശമായി അനുഗ്രഹമായി നിലകൊള്ളുന്നതിനും ഇന്ത്യയുടെ സുൽത്താൻ ഖാജ മൊയിനുദ്ദീൻ ചിസ്തിയുടെ അരികിലേക്ക് യാത്ര തിരിച്ചു. അവിടുത്തെ ആത്മീയ ചൈതന്യവും ഖാജയുടെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളും മനസ്സിലാക്കി അത് പഠിച്ച് തിരികെ വന്ന് പ്രാവർത്തികമാക്കുവാനും SVSന്റെ പ്രവർത്തകർക്ക് പ്രചോദനം നൽകുവാനുമാണ് ഇന്നലെ രാത്രി SVS ടീം കളമശ്ശേരി അംഗങ്ങളായ മാഹിൻ ഇബ്രാഹിം, ഷമീർ മദകപ്പള്ളി, അബ്ദുൽ ഗഫാർ, ഷിഫാസ് വെട്ടുവേലിൽ തുടങ്ങിയവരെ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സമിതി അംഗം CI ഇദ്രോസ് ഹാജി, കേരള മുസ്ലിം ജമാഅത്ത് സോൺ ഫിനാൻസ് സെക്രട്ടറി PB അലിഹാജി, SYS SSF സോൺ നേതാക്കൾ തുടങ്ങിയവർ ചേർന്ന് യാത്ര നൽകിയത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും യാത്ര തിരിക്കുന്ന ടീം 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ചൊവ്വാഴ്ച രാത്രി തിരിച്ചെത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. നമ്മുടെ യൂണിറ്റുകളിൽ സ്നേഹസഞ്ചാരം എന്ന ഒരു പദ്ധതി കഴിഞ്ഞ ഏതാണ്ട് 1-2 മാസത്തോളം എടുത്ത് എല്ലാ യൂണിറ്റുകളിലും യൂണിറ്റ് സന്ദർശിച്ച് അവിടുത്തെ പ്രവർത്തകരെ സജീവമാക്കാൻ വേണ്ടി ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് അൽഹംദുലില്ലാ മുഴുവൻ യൂണിറ്റുകളും പൂർത്തിയാക്കി. ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കൾ നമ്മുടെ ഖാജ മൊയിനുദ്ദീൻ ചിസ്തി അജ്മീരി അവിടുത്തെ പൊരുത്തവും വാങ്ങാനും വേണ്ടി ഇന്ന് യാത്ര തിരിക്കുകയും അൽഹംദുലില്ലാ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ എല്ലാം അല്ലാഹു കബൂലാക്കട്ടെ. നമ്മുടെ പ്രസ്ഥാനം അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത് നമ്മുടെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത യഥാർത്ഥത്തിൽ നമ്മുടെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഈ യുവത്വം അതിനുവേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. അതേപോലെ സാന്ത്വന സേവനം ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നമ്മുടെ കളമശ്ശേരിയിലും ജില്ലയിലും സംസ്ഥാനത്തൊക്കെ നടന്നത്. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മുഴുവൻ ആളുകളെയും നേരായ മാർഗത്തിലേക്ക് വഴി നടത്തുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഒക്കെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ അവിടുത്തെ പൊരുത്തവും അതേപോലെ നമ്മുടെ അമ്പിയാക്കൾ ഔലിയാക്കളിലേക്ക് ഇത് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്താവനമാണ്. അതിന് പുറപ്പെടുന്നവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ദുആയും അർപ്പിച്ച് കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്തരം.